നമസ്കാരം. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി വയനാട്ടിലെ ജനങ്ങൾ ജീവനു വേണ്ടി നെട്ടോട്ടമോടിയിട്ടും വയനാടമ്പി തിരിഞ്ഞു നോക്കിയില്ലെന്ന ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ തനി സ്വഭാവം പ്രിയങ്കയും പുറത്തെടുത്തു എന്ന തരത്തിലാണ് വാർത്തകളും പുറത്തുവരുന്നത്. എന്നാൽ ഈ വിമർശനങ്ങളുടെ ചൂട് കൂടിയപ്പോൾ തന്ത്രപരമായി നീങ്ങുകയാണിപ്പോൾ വയനാട് എം പി. ആക്ഷേപങ്ങൾക്കിടെ പ്രിയങ്ക ഗാന്ധി എം പി ഇന്ന് വയനാട്ടിലെത്തും. കടുവ കൊന്ന പഞ്ചാരക്കൊല്ലി രാധയുടെ വീട് എം പി സന്ദർശിക്കും. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെയും സന്ദർശിച്ചേക്കുമെന്നാണ് വിവരം. വയനാട്ടിലെ നിരന്തര വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ ഭീതിയിലാണെന്നും ആശങ്കയേറ്റി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ദീപ KS FACയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊക്കെ വെറും പ്രഹസനം മാത്രമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു. രാധ എന്ന 45-കാരിയെ കടുവ കൊന്നിട്ട് 72 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു അനുശോചന സന്ദേശം ഇറക്കിയല്ലാതെ MP അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നുള്ളത് വ്യക്തമാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോൾ എതിരാളികൾ ഉന്നയിച്ച പ്രധാന ആക്ഷേപവും ഇതുതന്നെയായിരുന്നു. മാവേലി വരുന്നത് പോലെ വർഷത്തിൽ ഒരിക്കൽ വന്ന് കൈവീശി പോകുന്ന ഏർപ്പാട് പാടില്ല എന്നായിരുന്നു ആ എതിർപ്പിന്റെ സന്ദേശം. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ആകെ ഒരു തവണയാണ് പ്രിയങ്ക മണ്ഡല സന്ദർശനം നടത്തിയത്. ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം, ചൂരൽമല എന്നിവിടങ്ങളിലെ പുനരധിവാസ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിലൊന്നും സ്ഥലം MP ആയ പ്രിയങ്കയുടെ ഇടപെടലൊന്നും ഉണ്ടായതായി കാണുന്നില്ല. വയനാട്ടിൽ വീടെടുത്ത് താമസിച്ച് ജനങ്ങളുമായി മലയാളത്തിൽ സംസാരിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് നൽകിയ ഉറപ്പ്. താനും സഹോദരിയും അടക്കം വയനാടിന് ഇനി 2 MP ഉണ്ടെന്ന് കരുതാമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മാസ് ഡയലോഗ്. എന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയം നേടി ദില്ലിക്ക് വണ്ടി കയറിയ ശേഷം രണ്ടുപേരും ഈ പ്രദേശങ്ങളിൽ നിന്നും കാണാനില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസുകാർ പോലും അടക്കം പറയുന്നത്. ഇതിലും അധികം കടുവ നാട്ടിലെത്തുന്നുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ നാട്ടുകാരും പറയുന്നു. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായതുകൊണ്ടാണ് പ്രിയങ്കയുടെ വയനാട് സന്ദർശനം നീളുന്നതെന്നാണ് പ്രാദേശിക കോൺഗ്രസുകാരുടെ ന്യായീകരണം. ലോക്സഭാ MP ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കഴിഞ്ഞ വർഷം നവംബർ 30-നും ഡിസംബർ 1-നുമാണ് വയനാട്ടിൽ സന്ദർശനം നടത്തിയത്. 2 ദിവസങ്ങളിലായി വോട്ടർമാരെ നന്ദി അറിയിക്കുന്ന യാത്രകളിലാണ് പങ്കെടുത്തത്. വയനാട്ടിൽ നിന്നുള്ള MP ആയി ജയിച്ച രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിലാണ് പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.